ഇവർ വിവാഹിതരായ സീരിയലിലെ ഭൂമി മെഴുകുതിരി കത്തിച്ച് നിൽക്കുമ്പോൾ ഉണ്ടാവും ഒരു മുഖം മൂടി അണിഞ്ഞ ഒരാളെ മിററിലൂടെ കാണാം കേട്ടോ അടുത്തേക്ക് വരുന്നത്. ഭൂമി വേഗം ആ മെഴുകുതിരി അണയ്ക്കും കേട്ടോ. അപ്പോൾ ഫുള്ള് ഇരുട്ടായല്ലോ. എന്നിട്ട് ഭൂമി എവിടെയോ പോയി ഒളിച്ചിരിക്കും. അയാൾ പിന്നാലെ വരുന്നുണ്ട് ഭൂമിയെ അന്വേഷിച്ച്. റൂമിലൊക്കെ ഇങ്ങനെ തിരയുമ്പോൾ പെട്ടെന്ന് കറണ്ട് വരും. മറ്റേ റൂമിലൊന്നും വെളിച്ചമല്ല കേട്ടോ. ഭൂമി പേടിച്ച് ഒരു കസേരയുടെ അരികിൽ ഇരിക്കട്ടോ. പെട്ടെന്ന് ഭൂമിയുടെ ഫോണ് ബെല്ലടിക്കും. ഭൂമി പേടിച്ചു അയാളെ അവിടേക്ക് വന്നിങ്ങനെ നോക്കുക. ഈ സമയം ഭൂമി വേഗം പുറത്തേക്ക് ഓടാൻ ശ്രമിക്കുമ്പോൾ അതിന് പറ്റുന്നില്ല. ഇത് ഇയാൾ കാണും കേട്ടോ ഭൂമി ഓടുന്നത്. ഭൂമി എങ്ങോട്ടാ പോയതെന്ന് കാണുന്നില്ല. ഒരു നിഴൽ പോലെ കാണുമ്പോൾ അയാളും പിന്നാലെ പോവും. അപ്പോഴേക്ക് ഭൂമി സ്റ്റെയർ കയറി മുകളിലേക്ക് പോവാം. ആ സ്റ്റെയറിൻ്റെ അവിടെ ഇങ്ങനെ പാവം പേടിച്ചിരിക്കട്ടോ. ഇയാൾ അവിടെ തന്നെ ഉണ്ട്. പെട്ടെന്നൊരു വണ്ടി വരണേ. നോക്കുമ്പോൾ പോലീസ് വണ്ടി കേട്ടോ. ഭൂമി മോളെ ഭൂമി എന്ന് വെച്ചാണേ ആ പോലീസ് വരുന്നത് കേട്ടോ. ഇത് കാണുന്ന ഭൂമി സാർ ഹെൽപ്പ് ഹെൽപ്പ് എന്ന് കരഞ്ഞുകൊണ്ട് ഉച്ചത്തിൽ പറയും. അപ്പോഴാണ് ആ കൊല്ലാൻ വന്ന ആള് ഭൂമിയെ കാണുന്നത്. ഭൂമിയുടെ ശബ്ദം കേൾക്കുന്നതും പോലീസ് പെട്ടെന്ന് അകത്തേക്ക് കയറും കേട്ടോ. അയാള് ആ കൊല്ലാൻ വന്ന ആൾ ഓടിപ്പോകൂട്ടോ. ഭൂമി മോളെ എന്ന് പോലീസുകാർ വിളിക്കും. ദാ ഇവിടെ. അപ്പോൾ അവർ പറയും വേഗം വാതിൽ തുറക്കും മോളെ. ഭൂമി വന്ന് വേഗം ഡോർ തുറക്കും. എന്തു പറ്റി? അവിടെ ആരോ ഉണ്ട്. എവിടെ? ഇതാ അകത്ത് പേപ്പറിൽ. ദാ ഇങ്ങോട്ട് വാ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അച്ഛൻ്റെ ഫോട്ടോയുടെ മുന്നിൽ പോകുമ്പോൾ ആ പേപ്പർ അവിടെ കാണുന്നില്ല. ഭൂമി ഷോക്കായി പോകും. അപ്പോഴേക്കും അയാൾ ഓടിപ്പോകൂട്ട ആ പേപ്പറും കയറിയിട്ട്. പോലീസുകാർ പറയും മോളെ ഇവിടെ ആരുമില്ല, ഞങ്ങൾ പരിശോധിച്ചതല്ലേ. പോലീസ് പറയും ചിലപ്പോൾ ഭൂമിക്ക് തോന്നിയതാവും. ഭൂമി പറയും അല്ല, ഞങ്ങള് ഇതിലെ പോയപ്പോൾ മോളെ വിളിച്ചു, എടുക്കാഞ്ഞപ്പോ കയറിയതാ. മറ്റന്നാൾ സബ് ജയിലിൽ പോയി അമ്മയെ കാണാനുള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. വാതിലടച്ച് കിടന്നോ, ഞങ്ങൾ പോട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് അവര് പോവാ. ഭൂമി ആകെ പേടിച്ച് വേഗം കഥ കടക്കിട്ടോ. പിന്നീട് കാണിക്കുന്നത് സൗഭാഗ്യവ്രതാട്ടോ. മുത്തശ്ശിയും മാധവനും സംഗീതയും സത്യദാസും ഉണ്ട്. മുത്തശ്ശി പറയും ഒരു തീരുമാനം എടുക്കണം, നിങ്ങൾ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി, ഇനി ഇങ്ങനെ തുടർന്നാൽ അപകടമാണ്. സത്യദാസ് പറയും ഞാൻ അന്വേഷിക്കണോ? മുത്തശ്ശി പറയും വേണ്ട, ഭവാനി എവിടെയാണെന്ന് അന്വേഷിച്ചോ മാധവ? മാധവൻ പറയും അജിയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവൻ അന്വേഷിക്കും. മുത്തശ്ശി പറയും ആരോടും പറയാതുള്ള ഇറങ്ങിപ്പോക്ക്, അവൾക്ക് എന്തൊക്കെയോ ഗൂഢാലോചനകളുണ്ട്. സംഗീത പറയും എന്തായാലും വരുമ്പോ അമ്മ കാര്യമായിട്ടൊന്ന് ചോദ്യം ചെയ്യണം. അപ്പൊ ഉണ്ടാവും മുത്തശ്ശിക്ക് ഒരു കോള് വരുന്നേ. ആ ഭൂമി മോളാണല്ലോ എന്ന് പറഞ്ഞ് മുത്തശ്ശി ആ കോൾ എടുക്കും. അപ്പോഴേക്കും ഭവാനിയുടെ കാർ അവിടേക്ക് എത്തും. ഭവാനി കാർന്ന് വിചാരിക്കും എന്നെ കാത്തിരിക്കാ, എല്ലാം അറിഞ്ഞിട്ടുണ്ടാകും. ഭൂമി വിളിച്ച് പറഞ്ഞു കാണും എങ്കിൽ ഞങ്ങൾ പുറത്താ. അങ്ങനെ ഭവാനി പേടിച്ചുകൊണ്ട് അകത്തേക്ക് കയറുമ്പോ മുത്തശ്ശി ഫോണിൽ സംസാരിക്കുക. ആ മോളെ ഭൂമി, എനിക്കെല്ലാം മനസ്സിലായി, മുത്തശ്ശി കാര്യത്തിൽ ഇടപെടും, ശരി എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യും. ഭവാനി അങ്ങ് അകത്ത് കയറി പോകാൻ തുടങ്ങുമ്പോ മുത്തശ്ശിക്കും അതെ ഭവാനി എവിടെയായിരുന്നു? എവിടെ പോയിരുന്നേ? അത് ഞാനൊരു ഫ്രണ്ടിനെ കാണാൻ പോയതാ. ഏത് ഫ്രണ്ട്? അമ്മയ്ക്ക് അറിയില്ല. അമ്മയ്ക്ക് അറിയാത്ത കാര്യങ്ങളാണല്ലോ ഇപ്പൊ അകത്തും പുറത്തും ഒക്കെ നടക്കുന്നത്. ദേ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പൊ രാത്രി ആയതുകൊണ്ട് ആ വിഷയം എടുത്തിടുന്നില്ല. നാളെ ഭവാനി ഇവിടെ ഉണ്ടായിരിക്കണം. ഭവാനി പേടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോവാണ്. ഈശ്വര ഇനിയിപ്പോ എന്താ ചെയ്യാ എന്ന് പറഞ്ഞുകൊണ്ട് ഭവാനി പോകും. നല്ല ടെൻഷനില്. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമാണ്. ഹാളില് എല്ലാവരും ഉണ്ട്, ആ കുടുംബാംഗങ്ങൾ. മാധവൻ പറയും ഭവാനി ഇനിയും ഇതിനെ അനുവദിക്കരുത്. മുത്തശ്ശി അപ്പൊ തന്നെ പറയും അവളോട് ചോദിച്ച് അവളുടെ അഭിപ്രായം അറിയട്ടെ. എന്തായാലും ശരി, തീരുമാനവും അഭിപ്രായങ്ങളും ഭവാനിക്ക് അനുകൂലമായിരിക്കില്ല. സത്യദാസ് പറയും അമ്മേ അഞ്ജനയെ കൺസിഡർ ചെയ്യണം. മുത്തശ്ശി പറയും അതുകൊണ്ടാണല്ലോ അവള് കാണിക്കുന്ന പലതും നമ്മൾ കണ്ടില്ലെന്ന് പറഞ്ഞു വിടുന്നത്. അങ്ങനെ ഇവര് സംസാരിച്ച് നിൽക്കുമ്പോൾ ഭൂമി അങ്ങോട്ട് കയറി വരിക. അപ്പോഴാ അഞ്ജനയും ഭവാനിയും ഇറങ്ങി വരുന്നത്. ഭൂമിയെ കാണുന്നതും ഭവാനി ഞെട്ടിപ്പോകും. എന്താ ഭൂമി ട്രോളി ബാഗ് ഒക്കെ ആയിട്ട് എങ്ങോട്ടെങ്കിലും യാത്രയാണോ എന്ന് സംഗീത ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഭൂമിക്ക് പറയാൻ പറ്റുന്നില്ല. എന്താ അമ്മയോട് യാത്ര പറയാൻ വന്നതാണോ? മുത്തശ്ശി ചോദിക്കും മോളെ എങ്ങോട്ടാ? അമ്മയുടെ കേസിന്റെ കാര്യത്തിനുള്ള യാത്രയിലാണോ? മുത്തശ്ശിക്ക് ഇടയ്ക്ക് മോളെ വന്ന് കണ്ട് ആശ്വസിപ്പിക്കണം എന്നുണ്ടായിരുന്നു. യാത്രയുടെ ബുദ്ധിമുട്ടുകൊണ്ടാ മോളെ. അപ്പൊ സത്യദാസ് പറയും ഞാൻ കാണാറുണ്ട് ഇവളെ. ഭൂമി അറിയും സത്യൻ സാറാ അച്ഛൻ മരിച്ചപ്പോഴൊക്കെ എന്റെ കൂടെ നിന്നത്. സംഗീതയ്ക്കും ഭൂമി മോളെ മുക്ക് കുടിക്കാൻ എടുക്കട്ടെ? ഇപ്പൊ വേണ്ട മുത്തശ്ശി, ഞാൻ വന്നത് എന്തെങ്കിലും ചോദിക്കാനോ അഭയം ചോദിക്കാനോ അല്ല, എന്റെ അവകാശം സംരക്ഷിക്കാനാ. ഭവാനിക്കും എന്താടി നിനക്കൂടെ അവകാശം? ഇവിടെയുള്ളവർ നിന്നോട് സ്നേഹത്തോടെ പെരുമാറി, അത് ഈ കുടുംബത്തിന്റെ മാന്യത. അതിന്റെ ബലത്തിൽ പെട്ടിയും കിടക്കും എടുത്ത് വന്നിരിക്കുക, നാണമില്ലാത്ത വർഗം. മുത്തശ്ശി അറിയും ഭവാനി എന്തിനാ ഇങ്ങനെ ആക്ഷേപിക്കുന്നത്? അതിന്റെ കാര്യം എന്താ? ഈ വർഗത്തിനൊക്കെ അല്പം ഇടം കൊടുത്താൽ തലേ കയറിയിരിക്കും. മുത്തശ്ശേരി മതി, ഭൂമിക്ക് പറയാനുള്ളത് പറയട്ടെ. ഭൂമി ഞാൻ അവകാശം സ്ഥാപിക്കാൻ തന്നെയാ വന്നത്. മുത്തശ്ശി ഞെട്ടിപ്പോവും. അവിടെയുള്ള എല്ലാരും ഈ കുടുംബം എന്റേതാണ്, എനിക്കിവിടെ അവകാശമുണ്ട്, ഞാൻ ഇവിടത്തെ മകളാണ്. ഭവാനി ആകെ പേടിക്കും, ദേഷ്യം കൂടും. സത്യദാസ് ചോദിക്കും നീ ഇവിടുത്തെ മകളോ? അതിനൊരു വ്യക്തത കിട്ടുന്നില്ലല്ലോ. ഏതു വകയിലെ? അഞ്ജന പറയും ഇവളുടെ അച്ഛൻ മരിച്ചതിന് ശേഷം ഇവളുടെ തലയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ആ മാനസിക വിഭ്രാന്തി, ആ ടാക്സിക്കാരൻ മരിച്ചപ്പോ
പുതിയ അച്ഛനെ തേടി ഇറങ്ങിയിരിക്കുക. വല്യച്ഛൻ ഇവളെ കൊഞ്ചിച്ചപ്പോഴേ എനിക്കറിയായിരുന്നു. അനുപമ പറയും ഞാൻ അഞ്ജനയോട് യോജിക്കുന്നു. മുത്തശ്ശി എപ്പോഴും പറയും മോളെ ഭൂമി, നിനക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ പറഞ്ഞോളൂ. ഭൂമി അറിയും അച്യുതൻ എന്റെ സ്വന്തം അച്ഛനല്ല, അംബിക എന്റെ സ്വന്തം അമ്മയല്ല. ഇത് കേൾക്കുന്ന അവിടെയുള്ള ഓരോരുത്തരും ഞെട്ടിത്തരിച്ചോണ്ടിരിക്കുക. മാധവൻ പറയും ഇതൊരു പുതിയ അറിവാണല്ലോ. ഭവാനി പറയും മരിച്ചു കഴിഞ്ഞപ്പോ സ്വന്തം തന്തയെ തള്ളി പറയുന്നത് കണ്ട ഇവള്. പാവം ആ തള്ളേനെ ഇവള് തള്ളി പറയൂനി. 22 വർഷം വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെയാ ഇവള് തള്ളി പറഞ്ഞോണ്ടിരിക്കുന്നത്. മുത്തശ്ശി അങ്ങ് ഞെട്ടും. 22 വർഷം ഭവാനിക്ക് കൃത്യമായി എങ്ങനെ മനസ്സിലായി? മുത്തശ്ശി അറിയും മോള് പറയേ. ഭൂമി അറിയും മുത്തശ്ശി ഞാൻ സംഗീതയ്ക്കും നീ പറയുന്നതിന്റെ ഗൗരവം നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? തമാശയ്ക്ക് പോലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളായത്. തമാശയല്ല, ഞാൻ സുമിത്രയുടെ മകളാണ്. സത്യദാസ് ഞെട്ടും. നീ എന്റെ മകൾ അഭിരാമിയോ എന്ന് സന്തോഷത്തിൽ ചോദിക്കും. ഭൂമി അറിയും എന്നെ ഒരു മകളെ പോലെ കണ്ടില്ലേ, ഞാൻ അച്ഛന്റെ യഥാർത്ഥ മകളാണ്. ഭവാനി ആകെ പേടിച്ചിട്ടുണ്ട്. മുത്തശ്ശി എണീറ്റ് വന്ന് ഭൂമി ഇങ്ങനെ നോക്കുന്നുണ്ട്. അഞ്ജന പറയും ഇവളെ പിടിച്ച് പുറത്താക്ക് വല്യച്ചാ, ഒരു ചായക്കടക്കാരി വന്നിരിക്കുന്നു. ഇത് ആൾമാറാട്ടാ, പോലീസിൽ പരാതി പറയണം. മുത്തശ്ശി പറയും അഞ്ജനെ നിർത്തേ, ഞാൻ സംസാരിച്ചോളാം. നീ എന്റെ കൊച്ചുമോളായിരുന്നെങ്കിൽ എന്താ നേരത്തെ പറയാതിരുന്നത്? 22 വർഷം കഴിഞ്ഞപ്പോഴാണോ നീ അഭിരാമിയാണെന്ന് അറിഞ്ഞത്? ഭവാനി പറയും ഇന്നലെ സ്വപ്നത്തിൽ ആരെങ്കിലും പറഞ്ഞു കാണും. എന്തിനാമേ ഇത്തരം ജന്തുക്കളെ നിർത്തി വിശദീകരണം നടത്തുന്നത്? ഇവളെ കുറിച്ച് നേരത്തെ പറഞ്ഞതാ, അപ്പൊ ആരും വിശ്വസിച്ചില്ല. മുത്തശ്ശി അറിയും നിർത്ത് ഭവാനി. ഭൂമി നീയാണ് അഭിരാമിന്ന് എങ്ങനെ മനസ്സിലായി? ഭൂമി ആ ലെറ്റർ എടുത്തിട്ട് പറയും അച്ഛൻ മരിക്കുന്നതിന് മുന്നേ ഈ കത്ത് എഴുതി വെച്ചിരുന്നു, എന്നെ അവരെ എടുത്തു വളർത്തിയതാണെന്നേ. ഭവാനി പേടിച്ചു നിൽക്കണേ. മാധവൻ പറയും നീ പറയുന്നതൊക്കെ ശരിയാണെന്ന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ഭൂമി കഴുത്തിലെ ആ ചെയിനും ഇങ്ങനെ പുറത്തേക്ക് എടുത്തിട്ട് കാണിക്കും. ഇതുപോരെ ഞാൻ അഭിരാമിയാണെന്ന് തെളിയിക്കാൻ? സത്യദാസിന്റെ മുഖത്ത് നല്ല സന്തോഷമുണ്ട്. എല്ലാവരും ഞെട്ടി കണ്ണൊക്കെ നിറയണേ. മുത്തശ്ശി അറിയും സത്യ നിന്റെ മകൾ വന്നിരിക്കുന്നു, ഇനി നമുക്ക് സുമിത്രയെ കണ്ടെത്തണം മോനെ. ഭൂമി ആകെ സന്തോഷത്തിലേട്ടപ്പോ മുത്തശ്ശി ഭൂമിനെ ഇങ്ങനെ പിടിച്ച് കവിളിലൊക്കെ കൈവയ്ക്കുമോ അഞ്ജനയ്ക്ക് സഹിക്കുന്നില്ല. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്റെ മാല കളവ് വരുന്നോ? ഇവളാണല്ലോ ഇവിടെ കയറി ഇറങ്ങുന്നത്, ഇവള് മോഷ്ടിച്ചതാണേ. അപ്പൊ ഭൂമി അറിയും അച്ഛൻ എഴുതി വെച്ച കത്തിലെ ഒരു രഹസ്യം കൂടെ ഉണ്ട്. 22 വർഷങ്ങൾക്ക് മുന്നേ എന്നെ കൊല്ലാൻ കൊടുത്തതാണെന്ന്. എന്തൊക്കെയാ മോളെ നീ പറയുന്നതേ? മുത്തശ്ശി ഞെട്ടിലോടെ ചോദിക്കും. അപ്പൊ സത്യദാസിന് ദേഷ്യം വരൂട്ടോ. ആരാത് എന്ന് നോക്കുമ്പോൾ ഭൂമി അറിയും ഭവാനിയല്ല, ഇവരാണ് എന്നെ അമ്മേനെയും നഷ്ടപ്പെടാൻ കാരണം. സത്യദാസിന്റെ ദേഷ്യം ഇരട്ടിയവണേ എന്റെ സുമിത്ര. ഭൂമി അറിയും എന്റെ അച്ഛനെ കൊട്ടേഷൻ കൊടുത്ത് കൊല നടത്തിയതും ഇവരാണ്. എന്നെ കൊല്ലാൻ ഏൽപ്പിച്ചത് അച്ഛനെയായിരുന്നു. ആ രഹസ്യം പുറത്തു വരാതിരിക്കാനാ എന്റെ അച്ഛനെ കൊന്നതുവരെ. എന്നെ പൊന്നു പോലെ കൊണ്ട് നടന്ന് എന്റെ അച്ഛനെ കൊന്നു. അപ്പോ ഭവാനി അറിയും ഇല്ല, ഇവൾ പറയുന്ന എല്ലാം നോണേ അമ്മേ. ഭൂമി അറിയും ഞാൻ കണ്ടെത്തിയതാണ്. ഒരു രഹസ്യ സംഗീതത്തിൽ വെച്ച് ഈ കത്ത് കൈമാറിയാൽ പൈസ തരാന്ന് പറഞ്ഞു. വില പേശിയതാ ഇവര്. അന്ന് ഈ സ്ത്രീയുടെ മുഖം ഞാൻ വളരെ വ്യക്തമായി കണ്ടു. അപ്പോഴും ആരും മിണ്ടണില്ല, എല്ലാരും ഷോക്കായി നിൽക്കണേ. ഭൂമി അറിയും ഞാൻ പറയുന്നതൊന്നും ആരും വിശ്വസിക്കുന്നില്ലെങ്കിൽ ഇനിയും തെളിവ് തരാം. മുത്തശ്ശി എന്റെ ഇടത് തോളിന് താഴെയുള്ള മാർഗം നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് അത് കാണിച്ചു കൊടുക്കണേ. അത് കാണുമ്പോ സത്യദാസിന് ഒന്നുകൂടെ സന്തോഷമാകും. അങ്ങനെ അത് കാണിച്ചു കൊടുക്കുന്നത് കാണുമ്പോൾ ഭവാനി ഒന്നുകൂടെ ഞെട്ടുന്നിടത്താട്ടോ ഈ ഭാഗം കഴിയുന്നത്. അപ്പോൾ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്